നമ്മിലെ ത്രിവിധ ഘടകങ്ങളുടെ സുതാര്യത, ആത്മീയതയുടെ രണ്ടാമത്തെ ലക്ഷണം അതാണ്. കഴിഞ്ഞ ഞങ്ങളുടെ പാർട്ടിൽ ആത്മീയതയുടെ ഒന്നാമത്തെ ലക്ഷണം നമ്മൾ ചിന്തിക്കുകയുണ്ടായി, പരിശുദ്ധ തത്വവുമായുള്ള ആന്തരിക രമ്യത. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 23-ാമത് വാക്യം. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായി സ്വാഗതം. പ്രിയമകൻ ജോറി തനിക്ക് ലഭിക്കപ്പെട്ട ദർശനമനുസരിച്ച് നടത്തി വരുന്ന ഈ ആത്മീക ശുശ്രൂഷയിൽ നിങ്ങളും പങ്കാളികളാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ദൈവത്തിൻ്റെ സനാതന വചനത്തിൻ്റെ പ്രകാശനം, അതിൻ്റെ പ്രഘോഷണം, അതിൻ്റെ വിതരണം വേണ്ടും വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടേണ്ടതിന് വേണ്ടിയുള്ള സാമർഥ്യവും സമർപ്പണവും പ്രിയമകന് ദൈവം കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ദൈവദാസിമാർ ഒരുമിച്ച് ആത്മീയ വിഷയങ്ങൾ നിങ്ങളുമായി കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമത്തെ പാർട്ട് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് കരുതുന്നു. പരിശുദ്ധ തത്വവുമായുള്ള നമ്മുടെ ആന്തരിക രമ്യതയാണ് നമ്മുടെ ആത്മീയതയുടെ ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് എന്താണ്? പലരും ധരിക്കുന്നത് പാട്ടും പ്രാർത്ഥനയും ഒച്ചപ്പാടും കയ്യടിയും ഒക്കെയായി മുമ്പോട്ട് പോകുന്നതാണ്. ഉപവാസത്തിൻ്റെ ദീർഘദിനങ്ങളും ഇതൊക്കെ നല്ലതാണ്, വേണ്ടെന്നൊന്നും പറയുന്നില്ല, ഇതൊക്കെ അനിവാര്യമാണ്. പക്ഷേ ആത്മീയതയ്ക്ക് രണ്ടാമത് വേറൊരു തെളിവ് കൂടെയുണ്ട്, കനത്ത ഒരു തെളിവ് കൂടെയുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 5-ന്റെ 23-ാം വാക്യത്തിൽ പറയുന്ന നമ്മിലെ ത്രിവിധ ഘടകങ്ങൾ, അതിൻ്റെ സുതാര്യത. മനുഷ്യനെന്ന് പറയുന്നത് ആത്മാവും പ്രാണനും, പ്രാണൻ എന്ന് പറഞ്ഞാൽ ദേഹവും. ഓക്കെ, ആത്മാവ്, ദേഹി, ദേഹം. അതിൻ്റെ യഥാർത്ഥ ഓർഡർ അങ്ങനെയാണേ. നമ്മൾ സാധാരണ മലയാളികൾ ദേഹം, ദേഹി, ആത്മാവെന്ന് പറഞ്ഞങ്ങ് ശീലിച്ചു പോയി. നമ്മളത് പറയാൻ തുടങ്ങിയ കാലം മുതൽ ആരും നമ്മളെ തിരുത്തിയില്ല. നമ്മൾ കേൾക്കാൻ തുടങ്ങിയപ്പം എണ്ണപ്പെട്ട വലിയ ദൈവദാസന്മാരടക്കം അങ്ങനെ പറയുക. അതുകൊണ്ട് നമ്മളത് പറയുന്നത് തെറ്റല്ലെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വേദപുസ്തകത്തിൽ അതിന് കൊടുത്തിട്ടുള്ള ഓർഡർ 1 ആത്മാവ്, 2 ദേഹി, 3 ദേഹം. നമ്മളതിനെ നേരെ തിരിച്ചാണ് പറയുക, ദേഹം, ദേഹി, ആത്മാവ്. നമ്മൾ പറഞ്ഞ് വരുമ്പം ആത്മാവ് 3-ാമത്തെ സ്ഥാനമായി പോവുക. ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവാത്മാവല്ല, നമ്മിലെ ആത്മാവാണ്. പക്ഷേ ആ ആത്മാവാണ് ദൈവവുമായിട്ട് ഇടപെടുന്നത്. അതിന് പ്രഥമ പരിഗണന കൊടുത്തേ പറ്റുള്ളൂ. വചനത്തിൽ അങ്ങനെ പറയുക, ആത്മാവ്, ദേഹി, ദേഹം, അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യാൻ പറ്റണം. ഇനി അല്പം ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് ദേഹം, ദേഹി, ആത്മാവെന്ന് പറഞ്ഞ് ശീലിച്ച ശേഷം ഇനി ആത്മാവ്, ദേഹി, ദേഹം എന്ന് തിരുത്തി പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പരിശ്രമിച്ചാൽ നമുക്ക് ആ ഓർഡറിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ആദ്യത്തെ പരിഗണന ആത്മാവിന്, രണ്ടാമത്തെ പരിഗണന ദേഹിക്ക്, 3-ാമത്തെ പരിഗണന ദേഹം. ദേഹം മണ്ണിൽ ഉപേക്ഷിക്കാനുള്ളതല്ലേ. ദേഹം ഇവിടെ കളഞ്ഞിട്ട് പോകാനുള്ളതാണ്. ഇവിടുത്തെ മാവിനും പ്രാവിനും ഇവിടുത്തെ തെങ്ങിനും കവുങ്ങിനും എല്ലാം തടി വീർപ്പിക്കാൻ വേണ്ടിയേ ഉപകരിക്കുകയുള്ളൂ നമ്മുടെ ഈ ദേഹം. അതെത്ര വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും നീളം കൂടിയതായാലും നീളം കുറഞ്ഞതായാലും അംഗവൈകല്യം അല്പമുള്ളതായാലും ഇനി തീരെ ഒരു വൈകല്യവുമില്ല, ആരോഗ്യ ദൃഢഗാത്രമായ ഒരു ശരീരമായാൽ പോലും ഇതിവിടെ മണ്ണിൽ ഉപേക്ഷിക്കാം, മണ്ണിൽ വിലയം പ്രാപിച്ചു പോകാനുള്ളതാണ്. പക്ഷേ ആത്മാവും ദേഹിയും നശിക്കുന്നില്ല. ആത്മാവ് ദൈവത്തെങ്കിലേക്കും പ്രാണൻ അഥവാ ദേഹി ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് വചനം പറയുക. എന്നിട്ട് ദൈവം ഒടുവിൽ നൽകുന്ന ഒരു പുത്തൻ ദേഹം, ദ്രവത്വമില്ലാത്ത അക്ഷയമുള്ള വിണ്മയമായ ഒരു ദേഹം നമുക്ക് കിട്ടും. അതിലേക്ക് ഈ പ്രാണനും ആത്മാവും വന്ന് യോജിക്കപ്പെടുമ്പോൾ നമ്മളൊരു പുത്തൻ അനുഭവമായി മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദേഹത്തിന് പ്രഥമ പരിഗണന കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ആത്മാവ്, ദേഹി, ദേഹം, ആ ഓർഡർ കീപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 1 തെസ്സലോനിക്കർ 5-ന്റെ 23-ാമത് വാക്യം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആത്മീയതയുടെ യഥാർത്ഥമായ രണ്ടാമത്തെ ലക്ഷണം ഈ ത്രിവിധ ഘടകങ്ങളുടെ സുതാര്യത എന്നുള്ളതാണ്. ത്രിവിധ ഘടകങ്ങളുടെ സുതാര്യത മറന്നു പോകരുത്. ഈ 3 ഘടകങ്ങളും സുതാര്യമാകണം, ദൈവം മുൻപാകെ സംശുദ്ധമാകണം, സുദൃഢമാകണം, സുശക്തമാകണം. ഒരു വിധത്തിലുള്ള നിഗൂഢതകളുടെ അനുഭവങ്ങളുമില്ലാതെ ഈ 3 മണ്ഡലങ്ങളും ദൈവം മുൻപാകെ നമുക്ക് പരിപാവനമായി, പവിത്രമായി, അനന്യമായി, നീതിയായി, വിശുദ്ധമായി കാത്തുകൊള്ളാൻ കഴിയണം. അതാണ് യഥാർത്ഥ ആത്മീയത. ഞാനതിനെ ഓരോന്നോരോന്നായി പറയാം, ശ്രദ്ധിക്കണം. ആത്മാവിൽ കന്മഷമുണ്ടാകരുത്. എന്താ കന്മഷം? കൺമൻഷനല്ല, കന്മഷം. അതൊരു പഴയ മലയാള പദമാണ്. അങ്ങനെ ഇപ്പോൾ അതധികം ഉപയോഗത്തിലില്ലാത്തൊരു പദമാണ്. വേദപുസ്തകത്തിൽ വളരെ
അർത്ഥവത്തായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. കന്മഷം, ആത്മാവിൽ കന്മഷം പാടില്ല. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാമത് വാക്യം. ആത്മാവിൽ കന്മഷം പാടില്ല. അത് ജഡത്തിലും പാടില്ലെന്ന ആ വാക്യത്തിൽ തന്നെയുണ്ട്. വിശുദ്ധിയെ തികച്ചുകൊള്ളണമെന്നൊരു ഒറ്റ വാക്യം വിശുദ്ധ ബൈബിളിലുള്ളത് 2 കൊരിന്ത്യർ 7-ന്റെ 1-ാം വാക്യമാണ്. അതിനകത്ത് പറയുന്നത് ഒരുവൻ വിശുദ്ധിയുടെ തികവിലേക്ക് വരണമെങ്കിൽ ആത്മാവിൽ കന്മഷമില്ലാതിരിക്കണം. കന്മഷം, ഈ കന്മഷമെന്ന് പറയുന്നത് അശുദ്ധിയാണ്, അഴുക്കാണ്. അന്തരംഗത്തിൽ സ്ഥാപിതമാക്കപ്പെടുന്ന അഴുക്ക് ദേഹത്തിലും മാത്രമല്ല, ഇതിനും ഇത് മലീമസമാക്കിയിട്ട് അത് ആത്മാവിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, ആത്മാവിലേക്ക് അത് സംസ്ഥാപിക്കപ്പെടുന്നു. ആ ഒരു അവസ്ഥയാണ് ആത്മാവിലെ അഴുക്കെന്ന് പറയും. അത് പാടില്ല. ആത്മാവെല്ലാം ഇപ്പോഴും ദൈവവുമായിട്ട് ഇടപെടാൻ വേണ്ടിയുള്ള ഒരു മാധ്യമമാണ്. അത് അഴുക്ക് പറ്റാൻ പാടില്ല. കുശുമ്പ്, കുന്നായ്മ, ഈർഷ്യ, പക, പിണക്കം, ക്രോധം, ധാർഷ്ട്യം, ധിക്കാരം, താൻപോരിമ, അഹങ്കാരം, വിമർശനം, വിരോധം, വിദ്വേഷം, വിഭാഗീയത, ഇതൊന്നും ആത്മാവിനെ ബാധിക്കരുത്. ആത്മാവ് സംശുദ്ധമായി സൂക്ഷിക്കപ്പെടാൻ കഴിയണം. എങ്കിൽ മാത്രമേ ആത്മീകനാണെന്ന് പറയാൻ പറ്റൂ. ആത്മാവിൽ കോപവും ക്രോധവും എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട്, മിണ്ടാട്ടമില്ലായ്മയും ഉരിയാട്ടമില്ലായ്മയും എല്ലാം ആത്മാവിൽ സംക്ഷേപിച്ച് വെച്ചിട്ട് കൈയടിച്ചത് കൊണ്ടും പാട്ടുപാടിയത് കൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല. അടുത്തു നിന്ന് ആരാധിക്കുന്ന വ്യക്തിക്ക് കൈ കൊടുക്കാൻ, മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ, ഒരു വിശുദ്ധ ചുംബനം കൊടുക്കാനൊന്നും പറ്റാതെ, വന്ന് കയറുമ്പോഴും മിണ്ടുന്നില്ല, പോകുമ്പോഴും മിണ്ടുന്നില്ല, ഒരുമാതിരി കർക്കിടക മാസത്തെ കാർക്കോള് കൊണ്ട് നിൽക്കുന്ന മാനം പോലെ മുഖം ഇങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കുന്നൊരു ഭാവമാണെങ്കിൽ നമ്മുടെ അന്യഭാഷയ്ക്കൊന്നും വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല. അപ്പോൾ ആത്മാവിൽ കന്മഷമുള്ളവർക്കാണ് അടുത്തു നിൽക്കുന്നവരെ കൂടെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നത്. അത് പാടില്ല. പരസ്പരമുള്ളതായ സാഹോദര്യം, പരസ്പരമുള്ള സൗഹൃദം, സഹവർത്തിത്വം, വിധേയത്വം, വിനയം, വിനയാന്വിതമായിരിക്കുന്ന അംഗീകരണം, ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ ആത്മാവിൽ കന്മഷം പാടില്ല. എവിടെ വായിച്ചതോർക്കുന്നു, കന്മഷം എന്നുള്ളതിനൊരർത്ഥം കാലാനുസൃതമായ രേഖ എന്നും കൂടെ അർത്ഥമുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തിനും അന്നന്നത്തെ ദോഷം മതി എന്നാണ്. അപ്പം കാലാനുസൃതമായി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ദോഷങ്ങളുടെ രേഖ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. ആ രേഖ ആത്മാവിൽ ഇങ്ങനെ സംസ്ഥാപിക്കപ്പെടുന്നു. അതാണ് കന്മഷം, കാലാനുസൃതമായ രേഖ. അപ്പോൾ ആത്മാവിൽ കന്മഷം ഉണ്ടാകാതിരിക്കണം. ആത്മാവ് ഒരിക്കലും മലീമസമാകരുത്. ആത്മാവ് എല്ലായ്പ്പോഴും സുതാര്യമാകണം. അങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആരോടും പിണക്കമില്ല, ആരോടും മുൻവൈരാഗ്യങ്ങളില്ല. എന്തോ ആ സമയത്ത് വൈകാരികമായി വിദ്വേഷം കൊണ്ട് പരസ്പരം പറഞ്ഞു, അത് അന്നേരെ കളഞ്ഞു. പിന്നെ അടുത്ത് കാണുമ്പോൾ പഴയ സംഭവത്തിൻ്റെ ഓർമ്മയില്ലാതെ തന്നെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ആ മനസ്സ്, അതാണ് വിഭാഗികതകളൊന്നുമില്ലാതെ ആത്മാവിൽ കന്മഷം ഇല്ലാതിരിക്കുക എന്നുള്ളത്. അതിന് ആ വാക്യം ഓർത്തിരിക്കണം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാമത് വാക്യം. ഇനി ദേഹിയിൽ, അപ്പോൾ 1 ആത്മാവിൽ കന്മഷമില്ലാതിരിക്കുക, 2 ദേഹിയിൽ അശുദ്ധ ചിന്തകളില്ലാതിരിക്കുക. മലീമസമായ ചിന്തകൾ പാടില്ല. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കണം. ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല സങ്കല്പങ്ങളെയും സകല വിചാരങ്ങളെയും ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ പിടിച്ച് അടക്കുന്നു. നമ്മുടെ മനസ്സ് തോന്നലുകളുടെ, ഇച്ഛകളുടെ, വികാരങ്ങളുടെ, ചിന്തകളുടെ ആധിക്യം എന്ന് പറഞ്ഞ പോരാ, പ്രളയമാണ്. അരുതരുതാത്ത ചിന്തകളാണ് പലതും. ജഡമുതിർത്തുവിടുന്ന ചിന്തകൾ പലപ്പോഴും തെറ്റായ നിയോഗങ്ങളുടെ, നിർബന്ധങ്ങളുടെ, ആസക്തികളുടെ, തൃഷ്ണകളുടെയൊക്കെ ഒരു വല്ലാത്ത വ്യാപാരമാണ്. ആ ഒരു അനുഭവത്തെ നിലക്ക് നിർത്താൻ കഴിയുക, ക്രിസ്തുവിനോടുള്ള അനുസരണ ഹേതുവായി പിടിച്ചടക്കാൻ കഴിയുക, ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും ബ്ലോക്ക് ചെയ്യാൻ കഴിയും. ആ വിചാരങ്ങൾ അങ്ങോട്ട് ഉയർന്നു വന്നിട്ട് നമ്മളെക്കൊണ്ട് അരുതരുതാത്ത പല പ്രവൃത്തികളിലേക്കും ആ വിചാരങ്ങൾ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആ വിചാരങ്ങൾ വരരുത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ജഡത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിയാത്തത് കൊണ്ട് അശുദ്ധമായ വിചാരങ്ങൾ, കോപാകുലമായത്, നിയമവിരുദ്ധമായിരിക്കുന്ന ചില സമ്മേളനങ്ങളുടെ, സംയോജനങ്ങളുടെ വിചാരങ്ങൾ പോലും നമ്മിലേക്ക് വന്നെന്നിരിക്കാം. അങ്ങനെയുള്ള വിചാരങ്ങൾ വരരുതെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം വീണ്ടെടുക്കപ്പെടാത്ത ജഡം അങ്ങനെ താഴ്ചയുള്ളതായതുകൊണ്ട് ആ വിചാരങ്ങളുടെ വാതായനങ്ങൾ എപ്പോഴും തുറന്നാ കിടക്കുക. അരുതരുതാത്തത് കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അറിയുമ്പോൾ, ആഹ്വാനങ്ങളിൽ ഏർപ്പെടുമ്പോഴൊക്കെ നമുക്ക് അങ്ങോട്ടൊരു നിയോഗമുണ്ടാകും. പക്ഷേ അങ്ങനെയുള്ള വിചാരങ്ങൾ ഉയരുമ്പോൾ അത് വചനവിരുദ്ധമാണ് എന്ന് ആത്മാവ് തരുന്ന നിയോഗത്തെ ഏറ്റെടുത്തുകൊണ്ട് നോ എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയണം ഈ ജഡത്തോട്.
കണ്ണിനോട് മടങ്ങുക, കണ്ണേ മടങ്ങുക. ആ ദൃശ്യത്തിൽ നിന്ന് പറയാൻ കഴിയണം. കണ്ണേ മടങ്ങുക എന്ന് പറയാൻ കഴിയാതെ പോയ പരാജയമാണ് ദാവീദിന് സംഭവിച്ചത്. തുറന്നു കിടന്ന കിളിവാതിലൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച തൻ്റെ ഭാര്യയല്ല. ഭാര്യ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഭാര്യമാർ അല്ലേ. അപ്പോൾ അവരിൽ ആരുമല്ല അവിടെ നിന്ന് കുളിക്കുന്നത്, വേറെ ആരോ ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ണേ മടങ്ങുക എന്ന് തിരികെ വിളിക്കേണ്ടതായിരുന്നില്ലേ? തിരികെ വിളിച്ചില്ല. അതിൻ്റെ അനർത്ഥമാണ് പിന്നീട് നമ്മൾ കാണുക. കണ്ണേ മടങ്ങുക എന്ന് തിരികെ വിളിക്കാൻ അമ്നോന് പറ്റിയില്ല. അതുകൊണ്ടാണ് തൻ്റെ സഹോദരിയോട് പോലും അപമര്യാദയായി പെരുമാറേണ്ടി വന്നത്. അമ്നോൻ താമാർ സംഭവം അറിയാമല്ലോ. 2 ശമൂവേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം. എത്ര ദയനീയമാണ്, ലജ്ജാകരമാണ്, നീചമാണ്, നികൃഷ്ടമാണ്, നിന്ദ്യമാണ്. പുറത്തു പറയാനാവുമോ? അപ്പനും അമ്മയും കുഞ്ഞുപെങ്ങന്മാരും മൂത്ത പെങ്ങളും എല്ലാം കൂടി ഇരിക്കുന്ന കൂട്ടത്തിൽ, കുഞ്ഞനുജന്മാരെല്ലാം കൂടി ഇരിക്കുന്ന കൂട്ടത്തിൽ വായിക്കാനോ പറയാനോ പറ്റുന്ന അധ്യായമാണോ അത്? അല്ല. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായവും 2 ശമൂവേൽ 13-ാം അധ്യായവും വേദപുസ്തകത്തിന് കരിതേച്ചതുപോലെ നിൽക്കുകയല്ലേ. എന്താ കാര്യം? കണ്ണേ മടങ്ങുക, മനസ്സേ മടങ്ങുക, മനസ്സേ ശാന്തമാകുക എന്ന് പറയാൻ കഴിയാതെ പോയ കഴിവുകേടിൻ്റെ അനന്തരഫലമാണത്. അശുദ്ധ വിചാരങ്ങൾ ഉയരുമ്പോൾ ആ വിചാരങ്ങൾക്കനുസൃതമായി ശരീരം ചലിച്ചാൽ നമ്മൾ ആത്മീയനല്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. സങ്കീർത്തനം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയ പക്ക ആത്മീയനാണ് ദാവീദ്. പക്ഷേ ആ ദാവീദാണ് ഇവിടെ തകിടം മറിഞ്ഞു പോവുക. ഒരൊറ്റ സ്ത്രീ ശരീരശാസ്ത്രത്തിൻ്റെ മുമ്പിൽ ഒട്ടനവധി സ്ത്രീകളെ അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ മറ്റൊരുവൻ്റെ സ്വകാര്യ സ്വത്തിനെയും കൂടി അനുഭവിക്കുവാനുള്ള ആ തൃഷ്ണ, ആ ആസക്തി മനസ്സിലേക്ക് വരുന്നതിൻ്റെ കാരണം കണ്ണേ മടങ്ങുക, മനസ്സേ മടങ്ങുക എന്ന് തിരികെ വിളിക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ്. അത് നമ്മൾ തിരിച്ചറിയണം. കൂട്ടിവെച്ചിരിക്കുന്ന കൊള്ള മുതൽ മല പോലെ കണ്ടാൽ ആർക്കും ആകർഷകമായി തോന്നും. അബ്രഹാമിനോട് പറയുന്നു, ഇതെല്ലാം നീ എടുത്തോ. അബ്രഹാം പറയുന്നു, നോ, എനിക്ക് വേണ്ട ഇതൊന്നും. ഈ കൂട്ടിക്കൊണ്ട് വെച്ചിരിക്കുന്നതിൽ ഒരു ചെരുപ്പിൻ്റെ വാറ് പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാനുള്ള മനസ്സ് കാട്ടുന്ന അബ്രഹാം ആത്മീയതയുടെ, ദേഹിയുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ തെളിവാണത്. ദാവീദ് പെട്ടകത്തിന് മുമ്പിൽ ആരാധിച്ച ആളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ തകിടം മറിയുന്നു. അത്ര വലിയ പ്രകടനമൊന്നും ആരാധന കാണിച്ചിട്ടുള്ള ആളല്ല അബ്രഹാം. പക്ഷെ അബ്രഹാമിൻ്റെ മനസ്സിനെത്താൻ പിടിച്ചു നിർത്തുന്നു. വീട്ടുമുറ്റം മുതൽ 3 ദിവസം ദൂരമുള്ള മോറിയാമല വരെ തൻ്റെ മകനെ മുമ്പും പിറകുമായി യാത്രയാക്കി കൊണ്ടുപോകുമ്പം ഈ കുഞ്ഞിനെയാണല്ലോ ഞാൻ ദൈവം കാണിച്ച സ്ഥലത്ത് യാഗമർപ്പിക്കേണ്ടത് എന്ന ചിന്താധാര അകത്ത് വന്നപ്പോൾ മനസ്സ് പതറാതെ ഇടറാതെ സമചിത്തതയോടെ അവിടം വരെ എത്തി യാഗപീഠമൊരുക്കി ഒടുവിൽ മകനെ പിടിച്ച് കിടത്തുന്നത് വരെ ആ ദേഹി മണ്ഡലം തെറ്റായി ചിന്തിച്ചതേയില്ല. ആ ദേഹി മണ്ഡലം ദൈവത്തിൽ സ്ഥായിയായി നിലകൊണ്ടു. അങ്ങനെ ദേഹി മണ്ഡലത്തെ നമുക്ക് സമചിത്തതയോടെ നിർത്താൻ പറ്റുന്നുവെങ്കിൽ താങ്കൾ ആത്മീകനാണെന്ന് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ ഒരു നേട്ടമാണ് നമ്മൾ കൈവരിക്കേണ്ടത്. സിയോൻ ഗീതാവലി മുഴുവനും പുസ്തകം തുറക്കാതെ കാണാതെ പാടാൻ എനിക്കറിയാം. 150 സങ്കീർത്തനമേ ഉള്ളല്ലോ, 5-6 ഉണ്ടായിരുന്നേ ഞാൻ കാണാതെ പഠിച്ചേനെ എന്നൊക്കെ ഊറ്റം കൊള്ളുന്നവരുണ്ട്. അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. വേദോസ്തം കാണാതെ പഠിക്കുന്നതിലൊന്നുമല്ല ആത്മീയത. പകരം ദേഹിമണ്ഡലത്തിൻ്റെ വിചാരധാരകളെ, തെറ്റായി ചലിക്കുന്ന നമ്മുടെ അവയവ വ്യവസ്ഥിതികളെ അടങ്ങെന്ന് പറയാൻ, തിരികെ വിളിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതാണ് ആത്മീയത. അപ്പോൾ 1, ആത്മാവിൽ കൺമഷം പാടില്ല. 2, ദേഹിമണ്ഡലത്തിൽ അശുദ്ധ വിചാരങ്ങൾ പാടില്ല. 2-നും 2 വാക്യം ഞാൻ തന്നു. 2 കൊരിന്ത്യർ 7:1, 2 കൊരിന്ത്യർ 10:5-6 വാക്യങ്ങൾ. 3-ാമത്തേത് നമ്മുടെ ദേഹം, നമ്മുടെ ഈ ശരീരമില്ലേ, ഇതിനകത്ത് അന്ധകാര വ്യാപനം പാടില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞല്ലോ, ദേഹം ഈ മണ്ണിൽ ഉപേക്ഷിക്കാനുള്ളതാണ്. പക്ഷേ ആ ദേഹം നമുക്ക് വേണം. കർത്താവ് മടക്കി വിളിക്കുന്നത് വരെ പാർക്കാനൊരു കൂടെന്ന നിലയിൽ ഈ ദേഹം നമുക്ക് കൂടിയേ തീരും. പക്ഷെ അത്രയും കാലം ഈ ദേഹത്തിലേക്ക് അന്ധകാരം വ്യാപരിക്കരുത്. വാക്യം ലൂക്കോസ് 11:36. നിങ്ങളുടെ ശരീരത്തിൽ അന്ധകാരത്തിൻ്റെ അംശം ഒട്ടുമില്ലാതിരിക്കണം. അന്ധകാരത്തിൻ്റെ അംശം ഒട്ടുമില്ലാതിരിക്കണം. അപ്പം ദേഹത്തിൽ അന്ധകാരത്തിൻ്റെ അംശമില്ലാതിരിക്കുക, അതേറ്റവും പ്രധാനമായൊരു കാര്യമാണ്. ദേഹത്തിൻ്റെ ആത്മപ്രകാശം അണഞ്ഞു പോകുന്നതിന് നിരവധി സാധ്യതകൾ യേശു തന്നെ പറയുന്നുണ്ട്. പാത്രം കൊണ്ട് മൂടിയാൽ വിളക്കണഞ്ഞു പോവും, കട്ടിലിൻ്റെ കീഴിൽ വെച്ചാൽ വിളക്കണഞ്ഞു പോവും, പറയുടെ കീഴിൽ വെച്ചാൽ വിളക്കണഞ്ഞു പോവും, നിലവറയുടെ കീഴിൽ വെച്ചാൽ നിലവറയ്ക്കകത്ത് വെച്ചാൽ വിളക്കണഞ്ഞു പോവും.
ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പറയുക, അന്ധകാരമുള്ള അംശം ഒട്ടും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും ഈ ദേഹം മണ്ണിൽ ഉപേക്ഷിക്കാനുള്ളതാണ്. പക്ഷേ ആ ഉപേക്ഷിക്കുന്ന സമയമെത്തും വരെ, മരണമെത്തുന്ന നേരം വരെ ഈ ശരീരത്തെ നമുക്ക് സൂക്ഷിച്ചേ പറ്റുള്ളൂ. അത്രയും കാലം ഈ ശരീരത്തിൽ അന്ധകാരം വ്യാപരിക്കരുത്. അത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. ശരീരത്തിൽ അന്ധകാരമില്ലാതിരിക്കുക എന്നുള്ളത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. എനിക്കതിനകത്തൊരു പദം വലിയ ഇഷ്ടമാണ്, അന്ധകാരം ഒട്ടുമില്ലാതിരിക്കണം. ഒട്ടും, ആ പദം അധികം ഉപയോഗിച്ചിട്ടുള്ള പദമല്ല ബൈബിളിൽ, ഒട്ടും എന്നുള്ളത്. പക്ഷെ ഉപയോഗിച്ചിട്ടുള്ളിടത്തെല്ലാം വളരെ ആശയഗാംഭീര്യതയുണ്ട്. 1 യോഹന്നാൻ ലേഖനം 1:5 നോക്കണം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. ദൈവം വെളിച്ചമാണ്. ആ വെളിച്ചത്തിലേക്ക് വന്ന നമ്മുടെ ശരീരത്തിൽ ഇരുട്ട് ഒട്ടും ഉണ്ടാകരുത്. അപ്പം ദൈവം വെളിച്ചമാണ്. ആ വെളിച്ചത്തിൻ്റെ പ്രത്യേകത ഇരുട്ടൊട്ടുമില്ലാത്ത വെളിച്ചം. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ അരികിലേക്ക് വന്ന നമ്മളിൽ ഇരുട്ട് ഒട്ടും പാടില്ല. ഇപ്പം ഇരുട്ടുള്ള ദൈവങ്ങളുണ്ടെന്നുള്ളത് ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. സത്യദൈവമെന്നൊക്കെ യോഹന്നാൻ പറയുന്നുണ്ട്, മിഥ്യയായതുണ്ടെന്നുള്ളതല്ലേ തെളിവ്. ഇരുട്ടുള്ള ദൈവങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ ഇരുട്ടൊട്ടുമില്ല എന്ന് പറയുന്നത്. യോഹന്നാൻ എന്ന ഗ്രേറ്റ് തിയോളജിൻ്റെ വാക്കുകളിൽ വാരി നിറച്ചിട്ടുള്ള ആശയഗാംഭീര്യത നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. യോഹന്നാൻ വളരെ സവിശേഷമായിട്ടാണ് തൻ്റെ ലേഖനങ്ങളുടെ നിർമ്മിതി നടത്തിയിട്ടുള്ളത്. വളരെ വൈകിയാണ് യോഹന്യകൃതികൾ 5 യോഹന്നാൻ്റെ പഞ്ചഗ്രന്ഥങ്ങളെന്ന് ഞാൻ വിളിക്കുന്നു. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ നമ്മൾ വിളിക്കാൻ പറ്റുമെങ്കിൽ യോഹന്നാൻ്റെ പഞ്ചഗ്രന്ഥങ്ങളെന്ന് വിളിക്കുന്നതിന് എന്നാ കുഴപ്പം? അനുഗ്രഹീതമായ സുവിശേഷ ഗ്രന്ഥം, 3 ലേഖനങ്ങൾ, പിന്നൊരു പ്രവചന ഗ്രന്ഥം. ഗംഭീരമല്ലേ? ഈ പഞ്ചഗ്രന്ഥങ്ങൾ, യോഹാന്യകൃതികൾ 5 അതിനകത്ത് സ്നേഹം, വെളിച്ചം, സത്യം, നീതി, ജീവൻ, ഈ പദങ്ങളുടെ തുടർമാനമായിരിക്കുന്നൊരു ആവിഷ്കാര ഭംഗിയുണ്ട്. അതിനകത്ത് താൻ പറയുകയാണ്, ദൈവം വെളിച്ചമാണ്, ആ വെളിച്ചത്തിൽ ഇരുട്ട് ഒട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ദൈവവുമായിട്ട് ബന്ധമായി ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ, ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസി, ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ എന്നൊക്കെ അവകാശപ്പെടുന്ന നമ്മുടെ ശരീരത്തിൽ ഇരുട്ട് ഒട്ടും ഉണ്ടാകരുത്. നമ്മുടെ വിരലുകളിൽ ഇരുട്ട് പാടില്ല. നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ അവയവ വ്യവസ്ഥിതികൾ, നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ, മനസാക്ഷിയിൽ ഒന്നും ഇരുട്ട് പാടില്ല. ദൈവികമായിരിക്കുന്ന വെളിച്ചം നമ്മുടെ സമസ്ത മേഖലകളിലും വ്യാപരിക്കപ്പെടുമ്പോൾ കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി സുതാര്യമാകും. കാലുകൊണ്ട് പോകുന്ന വഴിത്താരകൾ നിഗൂഢതയുടെ വഴികളല്ല, പിന്നെ അത് നേരിൻ്റെ വഴിയായിരിക്കും. മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന വിചാരങ്ങൾ നിഗൂഢതയുടെ താഴ്വാരങ്ങളിലൂടെ ആകത്തില്ല, അത് നേരിൻ്റേതാവും. കാരണം വെളിച്ചത്തിലല്ലേ വസിക്കുക. ഇരുട്ടുള്ളവർക്ക് മാത്രമേ മറച്ചു വയ്ക്കാനുള്ളൂ, ഒളിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. വെളിച്ചത്തിലാണ് എല്ലായ്പ്പോഴും. വെളിച്ചമെന്ന് പറയുന്നത് തന്നെ സുതാര്യതയാണ്. വെളിച്ചം നേർരേഖയിലല്ലേ സഞ്ചരിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യത. അപ്പോൾ ആത്മീയതയുടെ 2ാമത്തെ ലക്ഷണമാണ് ഞാൻ പറഞ്ഞത്, മറക്കരുത്. ആത്മീയതയുടെ 2ാമത്തെ ലക്ഷണം നമ്മിലെ ത്രിവിധ ഘടകങ്ങളുടെ സുതാര്യത. ആത്മാവിൽ കന്മഷം പാടില്ല, ദേഹിയിൽ അശുദ്ധ വിചാരങ്ങൾ പാടില്ല, ദേഹത്തിൽ ഒരു കാരണവശാലും അന്ധകാരത്തിൻ്റെ അംശം ഒട്ടുമില്ലാതിരിക്കണം. ഈ 3 ഘടകങ്ങളെയും ഇങ്ങനെ സംശുദ്ധമായി കാക്കണം എന്നുവരെ വായിച്ച കുറിവാക്യത്തിൽ നമ്മൾ കാണുന്നു. ക്രിസ്തുവേശുവിൻ്റെ പ്രത്യക്ഷത വരെ. ഉപവാസപ്രാർത്ഥന 40 ദിവസം തീരുന്നിടം വരെയല്ല, കൺവെൻഷൻ്റെ സീസൺ അടങ്ങുന്നത് വരെയല്ല, സഭായോഗം തീരുന്നത് വരെയല്ല, പ്രത്യക്ഷത വരെ. എന്നാ നമുക്കൊരു പിടിയില്ല. 1 തിമോഥെയോസ് ലേഖനം 6:16 പറയുന്നത് തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും. അപ്പോൾ ആ തക്ക സമയം വരെ അതെപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഈ തക്ക സമയം എന്ന് ഉപയോഗിക്കുന്നതൊക്കെ അർത്ഥത്തിൽ വ്യത്യാസമാണ്. സഭായം രാവിലെ 9:30 തുടങ്ങും, 11 മണിക്ക് വരുന്ന പുള്ളിയും പറയുന്നത് തക്ക സമയത്ത് വരുവാൻ ഇടയായി, ഇതിന് തക്കതിന് വണ്ണമെന്നും പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഷാ ശൈലിയൊക്കെ. തക്ക സമയം എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിക്കുന്ന സമയമല്ല, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, കുറിക്കപ്പെട്ട നേരം, ഇൻ ഡ്യൂ ടൈം, ഇൻ റൈറ്റ് ടൈം എന്നൊക്കെ പറയുന്ന പ്രത്യേക അർത്ഥസമ്പുഷ്ടമായ പ്രയോഗമുണ്ട്. അതുതന്നെയാണ് തിമോഥെയോസ് ലേഖനത്തിൽ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അപ്പോൾ ആ തക്ക സമയത്ത് പ്രത്യക്ഷത ഉണ്ടാകുമ്പോൾ പ്രത്യക്ഷനാകുന്നവനോടൊപ്പം സമാഗമിപ്പാനുള്ള യോഗ്യതയാണ് ത്രിവിധ ഘടകങ്ങളുടെ സുതാര്യത. അത് നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. ആത്മാവ് കന്മഷമില്ലാതിരിക്കട്ടെ, ദേഹി അശുദ്ധ വിചാരങ്ങളുടെ ഒരു പ്രളയമില്ലാതിരിക്കട്ടെ, ദേഹം അന്ധകാരത്തിൻ്റെ അംശം ഒട്ടുമില്ലാതിരിക്കട്ടെ. അതാണ് ആത്മീയതയുടെ 2ാമത്തെ ലക്ഷണം. തുടരും ഈ എപ്പിസോഡ്. വീണ്ടും നമുക്ക്
അതിനെ പഠിക്കാം ആഴത്തിൽ. ദൈവം താങ്കളെ ആ നിലയിൽ പ്രബലമായി നിർത്തട്ടെ. ആത്മീയതയിൽ വേരുള്ളവരായി തീരാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് ഇവിടെ വിരാമം. താങ്ക് യു.